അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 8ാം ക്ലാസ്സിലെ തസ്കിയയിലെ 6ാമത്തെ പാഠം. അതൊരു ബൈത്താണ്. നഈബു സമാനന വൽ ഐബു ഫീന. നഈബു സമാനന വൽ ഐബു ഫീന. നഈബു നമ്മൾ ആക്ഷേപിക്കുന്നു, സമാനന നമ്മുടെ കാലത്തെ, വൽ ഐബു ഫീന ന്യൂനത നമ്മിൽ തന്നെയാണുള്ളത്. അത് ഷാഫി ഇമാമിൻ്റെ ദീവാനിൽ നിന്നാണ്. ഷാഫി ഇമാമിൻ്റെ പാടിയ ബൈത്താണത്. ബി ഖദ്രിൽ ഖദ്ദി തുക്തസബുൽ മആലി വമൻ തലബൽ ഉലാ സഹറൽ ലയാലി. അത് ഒന്നാമത്തെ ബൈത്തിൻ്റെ അർത്ഥം. ബി ഖദ്രിൽ ഖദ്ദി പരിശ്രമത്തിൻ്റെ അളവനുസരിച്ച്, തുക്തസബുൽ മആലി ഉന്നതികൾ സമ്പാദിക്കപ്പെടും. അപ്പോൾ പരിശ്രമത്തിൻ്റെ അളവനുസരിച്ചാണ് ഉന്നതികൾ സമ്പാദിക്കപ്പെടുക. ഖദ്ർ എന്ന് വെച്ചാൽ അളവ്, ഖദ്ദ് എന്ന് വെച്ചാൽ പരിശ്രമം, തുക്തസബ് എന്ന് വെച്ചാൽ സമ്പാദിക്കപ്പെടും, അൽ മആലി ഉന്നതികൾ. അപ്പോൾ ഉന്നതികളെ സമ്പാദിക്കപ്പെടണമെങ്കിൽ പരിശ്രമിക്കണം. എത്ര അധികം പരിശ്രമിക്കണോ അത്ര അധികം ഉന്നതി ഉണ്ടാകും. വമൻ ത്വലബൽ ഉല സഹറൽ ലയാലി. വമൻ ആരെങ്കിലും ത്വലബൽ ഉല ഉന്നതി ആഗ്രഹിച്ചാൽ, ഉന്നതി തേടിയാൽ, സഹറൽ ലയാലി അവൻ രാത്രികൾ ഉറക്കമൊഴിക്കണം, അവൻ രാത്രി ഉറക്കമൊഴിക്കട്ടെ. അപ്പോൾ ആരെങ്കിലും ഉന്നത പദവികൾ തേടുന്നുവെങ്കിൽ അവൻ രാത്രികളിൽ ഉറക്കമൊഴിക്കട്ടെ. ഇനി രണ്ടാമത്തെ വരി. വമൻ റാമൽ ഉലാ മിൻ ഗൈരി ഖദ്ദിൻ അളാ അൽ ഉംറ ഫീ ത്വലബിൽ മുഹാലി. വമൻ റാമൽ ഉല ആരെങ്കിലും ആഗ്രഹിച്ചു, അൽ ഉല ഉന്നതിയെ ആഗ്രഹിച്ചു, മിൻ ഗൈരി ഖദ്ദിൻ പരിശ്രമമില്ലാതെ, പരിശ്രമം കൂടാതെ ഉന്നതി ആരെങ്കിലും ആഗ്രഹിച്ചാൽ, അലാൽ ഉംറ അവൻ ആയുസിനെ പാഴാക്കിയിരിക്കുന്നു. അലാ അൽ ഉംറ അവൻ ആയുസ് പാഴാക്കി. എന്തിലായിട്ട്? ഫി ത്വലബിൽ മുഹാലി അസംഭവ്യമായ കാര്യം തേടുന്നതിൽ. അല്ലേ? ത്വലബ് എന്ന് വെച്ചാൽ തേടുക, ഫി ത്വലബ് എന്ന് വെച്ചാൽ തേടുന്നതിൽ, അൽ മുഹാലി മുഹാൽ എന്ന് വെച്ചാൽ എന്താ? അസംഭവ്യം. അപ്പോൾ അസംഭവ്യമായ കാര്യത്തെ തേടുന്നതിൽ അവൻ വയസ്സിനെ അവൻ നഷ്ടപ്പെടുത്തിയവനാണ്. അപ്പോൾ പരിശ്രമം കൂടാതെ ഉന്നത പദവികൾ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അസംഭവ്യമായ കാര്യം തേടുന്നതിൽ അവൻ്റെ ആയുസ് പാഴാക്കി. രണ്ട് വരിയായി. ആ രണ്ട് വരിയിൽ നമുക്ക് ചില പദങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞെന്തെങ്കിലും നോക്കാം. ഖദ് എന്ന് വെച്ചാൽ പരിശ്രമമാണ്. മആലിൻ എന്ന് പറഞ്ഞാൽ ഉയർച്ച, മാലാത്ത് ഉയർച്ചകൾ, അല്ലേ? പ്രതാപം എന്നർത്ഥമുണ്ട്. മആലാത്ത് എന്ന് പറയുമ്പോൾ മആലിൻ. ഇനി അല ഉലിയ, അതും തന്നെ ഉലിയ എന്ന് പറഞ്ഞാൽ ഉന്നത പദവി എന്ന്. സഹറ യസ്ഹറു എന്ന് വെച്ചാൽ ഉറക്കം മുലച്ചു, ഉറക്കമൊഴിക്കുക. അള്ളാ പാഴാക്കി. മുഹാൽ എന്ന് വെച്ചാൽ അസംഭവ്യം. ഇനി നമുക്ക് മൂന്നാമത്തെ വരി നോക്കാം. തറൂമുൽ ഇസ്സ സുമ്മ തനാമു ലൈലൻ യഗൂസുൽ ബഹ്റ മൻ ത്വലബൽ ആലി. തറൂമു നീ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നു, അൽ ഇസ്സ നീ പ്രതാപത്തെ ഉദ്ദേശിക്കുന്നു, യോഗ്യത ഉദ്ദേശിക്കുന്നു. സുമ്മ തനാമു ലൈലൻ പിന്നെ നീ രാത്രി കിടന്നുറങ്ങുകയും ചെയ്യുന്നു. യഗൂസുൽ ബഹ്റ കടലിൽ മുങ്ങുന്നതാണ് മൻ ത്വലബൽ ആലി. മൻ ഒരുത്തൻ, ത്വലബ അവൻ തേടുന്നു, അല്ല ആലി മുത്തുകൾ തേടുന്നവൻ. അപ്പോൾ നീ പ്രതാപം ഉദ്ദേശിക്കും, എന്നിട്ട് രാത്രി കിടന്നുറങ്ങുകയും ചെയ്യുന്നു. മുത്തുകൾ തേടുന്നവൻ എന്ത് ചെയ്യണം? സമുദ്രത്തിൽ മുങ്ങണം. അപ്പോൾ എന്ത് പറഞ്ഞത്? നീ രാത്രി ഉറക്കമൊഴിച്ച് നീ അതിനുവേണ്ടി അധ്വാനിക്കണം. മുത്ത് കിട്ടണമെങ്കിൽ കരയിൽ നിന്നിട്ട് കാര്യമില്ല, കടലിലിറങ്ങി കടലിൻ്റെ ആഴത്തട്ടിൽ ആണ് മുത്തുള്ളത്. അപ്പോൾ സമുദ്രത്തിൽ മുങ്ങിയാലേ മുത്ത് ലഭിക്കുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ ആശയം. ഇനി നഈബു സമാനന വൽ ഐബു ഫീന വമാലി സമാനിന ഐബുൻ സിവാന. നഈബു നാം ആക്ഷേപിക്കുന്നു, നാം കുറ്റം പറയുന്നു, സമാനന നമ്മുടെ കാലത്തെ. നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് അതല്ലായിരുന്നു. വൽ ഐബു ഫീന യഥാർത്ഥത്തിൽ ന്യൂനത നമ്മിൽ തന്നെയാണുള്ളത്, നമ്മളിലാണ് ന്യൂനതയുള്ളത്. വമാലി സമാനിന വമാലി സമാനി നമ്മുടെ കാലത്തിനില്ല ഐബൻ ന്യൂനതയില്ല, സിവാന നമ്മളല്ലാതെ മറ്റൊരു ന്യൂനതയുമില്ല. അപ്പോൾ നമ്മുടെ കാലത്തെ നമ്മൾ ആക്ഷേപിക്കുന്നു, ന്യൂനത നമ്മിൽ തന്നെയാണ്, നമ്മുടെ കാലത്തിന് നാമല്ലാതെ മറ്റൊരു ന്യൂനതയുമില്ല. വനഹ്ജു സമാന ബിഗൈരി ദംബിൻ വലൗ നതഖ സമാനു ലനാ ഹജാന. വനഹ്ജു നാം ആക്ഷേപിക്കുന്നു, സമാന ഈ കാലത്തെ നാം ആക്ഷേപിക്കുന്നു, ബിഗൈരി ദംബിൻ ഒരു കുറ്റം കൂടാതെ. വലൗ നതഖ സമാനു ലനാ ഹജാന. വലൗ നതഖ സമാനു
കാലം സംസാരിച്ചിരുന്നുവെങ്കിൽ, ലന നമ്മളോട് സംസാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് വലവനത്തക്ക സമാൻ കാലം സംസാരിച്ചിരുന്നെങ്കിൽ, ലന ഹജാന അത് നമ്മളെ എന്താകുമായിരുന്നു, ആക്ഷേപിക്കുമായിരുന്നു. അല്ലേ? കാലം നമ്മോട് സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മെ ആക്ഷേപിക്കുമായിരുന്നു. ഹജാന വലവനത്തക്ക സമാനുലന കാലം നമ്മളോട് സംസാരിച്ചിരുന്നെങ്കിൽ ഹജാന അത് നമ്മളെ ആക്ഷേപിക്കുമായിരുന്നു. അപ്പോൾ അതാണ് 5 വരി ബൈത്താണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നല്ലപോലെ പഠിക്കണം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഗ്രാമറിൽ വരുന്ന ചർച്ച അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തദ്രീബാത്തിൽ അധികമൊന്നും ഉണ്ടാവില്ല. തദ്രീബാത്തിൽ ബൈത്ത് പഠിക്കാനാണ്. പിന്നെ ചില വാക്കർത്ഥങ്ങളുണ്ടാകും, പിന്നെ പൂരിപ്പിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഈ 3 ജുംലകൾ എഴുതണം. അതായത് മുന്നേ പഠിച്ച ഗ്രാമറൊക്കെ ഉൾക്കൊള്ളുന്നൊരു 6 വാക്യങ്ങൾ എഴുതേണ്ടി വരും. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്തത് തദ്രീബാത്ത് ചെയ്യുമ്പോൾ പറയാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.